വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ്റെ 10th ഡേ കൃത്യമായിട്ട് ഇംപ്ലാന്റേഷൻ നടന്നിട്ടും പ്രഗ്നൻസി നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ലക്ഷണങ്ങളിലൂടെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതൊക്കെ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതുപോലെ പ്രഗ്നൻസി നിങ്ങൾക്ക് നഷ്ടമായി പോയത് എന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് പ്രഗ്നൻസി സിംറ്റംസ് നമുക്ക് സ്റ്റോപ്പ് ആവുക എന്നുള്ളതാണ്. സാധാരണ ഒരു ലക്ഷണവും ഇല്ലാതെയും പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. നമ്മൾ പറയുന്ന സോക്കോൾഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ മാത്രമല്ല, വിയേർഡ് ആയിട്ടുള്ളതും ഇതൊരു പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള സിംറ്റംസ് നമുക്ക് ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ദാഹം നന്നായിട്ട് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വായിൽ എന്തെങ്കിലും വഴുവഴുപ്പ് പോലെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ദേഹം ഒന്ന് ചൂടാവുന്നത്, നമുക്കൊന്ന് ടയർഡ്നെസ് തോന്നുന്നത്, എക്സസ് ആയിട്ടൊന്ന് കോട്ടുവായി ഇടുന്നത്, ഇതൊക്കെ തന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്കുണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. ഇങ്ങനെ എന്തെങ്കിലും വിയേർഡ് ആയിട്ടുള്ളതോ അതല്ലാതെ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളോ നിങ്ങൾക്ക് ഉണ്ടായിട്ട് സഡനായിട്ട് ഓൾ ഓഫ് സഡനായിട്ട് നിങ്ങൾക്ക് ആ സിംറ്റംസ് ഒക്കെ സ്റ്റോപ്പ് ആകുന്നുണ്ടെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ നിങ്ങൾക്ക് നഷ്ടമായി പോയതിൻ്റെ ഒരു സൂചനയാണ്. പല ആളുകൾക്കും ഈ സിംറ്റംസ് ഒക്കെ ഏറ്റവും എളുപ്പത്തിൽ തന്നെ വിസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ ബോഡിയെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ സ്ക്രൂട്ടനൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് വരുന്ന സമയത്ത് പ്രത്യേകം നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ആകുന്നത് പീരിയഡ്സിലോട്ടാണെങ്കിൽ, അതായത് പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു സിംറ്റംസ് ഒക്കെ സ്റ്റോപ്പ് ആകുന്നതെങ്കിൽ അപ്പോൾ വരുന്നത് നിങ്ങൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ആയിരിക്കും. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പീരിയഡ്സ് ആകുന്നതിന് ചിലപ്പോൾ 3-4 ദിവസങ്ങൾക്ക് മുമ്പോ, ചില ആളുകൾക്ക് 2 ആഴ്ച മുതൽ ഉണ്ടാകുന്ന സിംറ്റംസ് ആണ് ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സിംറ്റംസ് ആണ് നിങ്ങൾക്ക് വന്നു തുടങ്ങിയതെങ്കിൽ അത് ചിലപ്പോൾ സ്റ്റോപ്പ് ആവുന്നത് പീരിയഡ്സിലോട്ടായിരിക്കും. അതുകൊണ്ട് അതിന് നമുക്ക് പ്രഗ്നൻസി നഷ്ടമായി പോയതിൻ്റെ സിംറ്റം ആയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ഇതെപ്പോഴാണ് പ്രഗ്നൻസി നഷ്ടമാകുന്നതിൻ്റെ ഒരു സിംറ്റം ആകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിംറ്റംസ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞിട്ടും 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് പീരിയഡ്സ് വരുന്നതെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കെമിക്കൽ പ്രഗ്നൻസി ആയതുകൊണ്ടും ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് പ്രഗ്നൻസി സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് HCG ഹോർമോണും ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ ഒന്ന് ഹൈക്കിലായിട്ട് പോകാറുണ്ട്. HCG ഓരോ 24 മണിക്കൂർ കൂടുമ്പോഴും അതിങ്ങനെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. 48 hours കൂടുമ്പോൾ അതിങ്ങനെ ഡബിൾ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ലെവലിലോട്ട് ഈ HCGയും അതുപോലെ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ഒന്ന് ഡിലേ വന്ന് കഴിയുമ്പോഴേക്കും, ഇംപ്ലാന്റേഷൻ നമുക്കൊന്ന് സ്റ്റോപ്പ് ആയി കഴിയുമ്പോഴേക്കും ഈ ഹൈക്കായിട്ടുള്ള ഹോർമോൺസ് ഒക്കെ ഒന്ന് താഴേക്ക് എത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. ആ ഹോർമോൺസ് ഒക്കെ ഒന്ന് നോർമൽ ആകാനായിട്ട് ചിലപ്പോൾ നമുക്കൊരു 4-5 days ഒക്കെ ഡിലേ ചിലപ്പോൾ പീരിയഡ്സിൽ ഉണ്ടാകാം. ഇങ്ങനെയാണ് നിങ്ങൾക്ക് പീരിയഡ്സ് വന്നതെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായത് കെമിക്കൽ പ്രഗ്നൻസി ആയിരിക്കും. കെമിക്കൽ പ്രഗ്നൻസി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിലപ്പോൾ കാർഡിൽ ഡിറ്റക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് പ്രഗ്നൻസി നഷ്ടമായി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പീരിയഡ്സിന് മുൻപ് ഒരു 3-4 മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നു, പീരിയഡ്സ് കുറച്ച് ഡിലേ ആകുന്നു, ദെൻ അഗെയിൻ പീരിയഡ്സ് വരുന്നു, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒരു റെക്കറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഓരോ മാസവും എന്ന പോലെയല്ല, ഒരു 2-3 മാസം കൂടുമ്പോഴേക്കും ഈ ഒരു ഫിനോമിന നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോഡിക്ക് ഒന്ന് കെയർ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചിലപ്പോഴൊക്കെ ചില ആളുകളുടെ സിറ്റുവേഷനിൽ അവരുടെ ബ്ലീഡിങ് നോക്കിയാൽ പോലും ഈ ഒരു കെമിക്കൽ പ്രഗ്നൻസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ പീരിയഡ്സിൻ്റെ പോലുള്ള നോർമൽ ആയിട്ടുള്ള ബ്ലീഡിങ് തന്നെയായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് കേട്ടോ. പക്ഷേ ചില ആളുകൾക്ക് അൺയൂഷ്വൽ ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാകും, ഭയങ്കര ഹെവി ആയിട്ട് വേദന ഉണ്ടാകും, ഭയങ്കര കൂടുതലായിട്ട് സ്പോട്ടിങ് അല്ല ബ്ലീഡിങ് നമുക്ക് ഉണ്ടാകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്കിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിങ് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അസഹനീയമായിട്ടുള്ള വേദനയും നമുക്ക് ചിലപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഇതാണ് നമുക്ക് പ്രഗ്നൻസി നഷ്ടമായതിൻ്റെ രണ്ടാമത്തെ ഒരു സിംറ്റം ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമത്തേതാണ് നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ക്രാംസോ അല്ലെങ്കിൽ സ്പോട്ടിങ്ങോ ഉണ്ടാകുന്നത്. ഓവുലേഷൻ കഴിഞ്ഞ് നമുക്ക് ഇംപ്ലാന്റേഷൻ സ്റ്റാർട്ട് ആവുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു 6 to 12 days അകത്താണ്. ആ ഒരു ഡേയ്സ് നമ്മൾ റഫായിട്ട് പറയുമെങ്കിലും 9th or 10th ഡേയിലായിരിക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് കേട്ടോ. ഇതുണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് മൈൽഡ് ആയിട്ടുള്ള ക്രാംസ് നമുക്ക് ബോഡിക്ക് അങ്ങിങ്ങായിട്ട് കാണാനായിട്ട് ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷനിൽ, നടുവിൻ്റെ ഭാഗത്ത്, ഹിപ്പിൻ്റെ ഭാഗത്തൊക്കെ ആയിരിക്കും ഈ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴുള്ള വേദന നമുക്ക് ഉണ്ടാകുന്നത്. ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മുടെ യൂട്രസിൻ്റെ ഇമേജ് വീഡിയോസ് ഒക്കെ കണ്ടവർക്കറിയാം, ഇത് വളരെ ചെറുതാണ്, തീരെ ചെറുതാണ് നമ്മുടെ ഈ യൂട്രസ് എന്ന് പറയുന്നത്. ഇത് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോൾ, അത് വികസിക്കാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലോട്ട് എത്തുമ്പോഴേക്കും റിലാക്സിൻ ഹോർമോൺ ബോഡിയിൽ പുറപ്പെടുവിക്കുന്നുണ്ട്. കൂടുതലായിട്ട് റിലാക്സിൻ പുറത്തേക്ക് വരുന്നു. ഇങ്ങനെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജോയിൻസിൽ, നമ്മുടെ ആ ഒരു
ജോയിനിങ് ആവുന്ന പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷൻ, ഇവിടെയൊക്കെ നമുക്ക് അസഹനീയമായിട്ടുള്ള വേദന ചിലപ്പോൾ അനുഭവപ്പെടാം. ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല ഇങ്ങനെയുള്ള വേദന. ചിലപ്പോൾ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒരു പ്രഷറിൽ ഒരു കുത്തുന്നത് പോലെ, അല്ലെങ്കിൽ നന്നായിട്ട് നീര് വീഴുന്നത് പോലെ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇടുപ്പിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് നമുക്ക് വേദന അനുഭവപ്പെടാം. ഇങ്ങനെയുള്ളൊരു വേദന ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ഡേയ്സ് നിങ്ങൾക്ക് ഉണ്ടാകാം. ഒറ്റ സ്ട്രെച്ചിൽ 1-2 മണിക്കൂർ അങ്ങനെയല്ല കേട്ടോ, വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന തരത്തിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന അനുഭവപ്പെടുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വേദന മൈൽഡായിട്ട് വന്നു പോകുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ചില ആളുകളുടെ കേസിൽ ഇതുപോലെ മൈൽഡായിട്ടുള്ള ക്രാംസ് ഈ ഞാൻ പീരീഡ്സിൻ്റെ മിസ്സായി പോകുന്ന ദിവസങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പീരീഡ്സിൻ്റെ ഡേയ്സ് മിസ്സായി പോകുന്ന സമയങ്ങളിൽ നമുക്ക് ഉണ്ടാകാം. അതായത് മൈൽഡായിട്ടുള്ള ക്രാംസ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് ഈ യൂട്രസ് കുഞ്ഞിനെ എക്സ്പെൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടായിരിക്കും, ആ ഒരു എംബ്രിയോനെ കളയാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ള രീതിക്ക് ക്രാംസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചിലർക്ക് ചെറുതായിട്ടുള്ള സ്പോട്ടിങ്ങും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് ലക്ഷണങ്ങൾ. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നതെന്ന് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് എംബ്രിയോയുടെ ക്വാളിറ്റി കുറവാണ്. ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിന് ആ ക്വാളിറ്റി കുറവാണെങ്കിൽ, എഗ്ഗിനോ സ്പേമിനോ ക്വാളിറ്റി നന്നായി കുറവാണെങ്കിൽ അത് ജോയിൻ ആയിട്ടുണ്ടാകുന്ന എംബ്രിയോയ്ക്കും ക്വാളിറ്റി വളരെ കുറവായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ DNA സ്ട്രക്ചറിലൊക്കെ വ്യത്യാസം ഉണ്ടാകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഡെവലപ്പ് ആയിട്ടുള്ള എംബ്രിയോയ്ക്ക് നമുക്ക് ഇതുപോലെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്, നമുക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എൻഡോമെട്രിയൽ ലൈനിങ്ങിൻ്റെ ഇഷ്യൂ ആണ്. അതായത് എൻഡോമെട്രിയൽ ലൈനിങ്ങിന് കൃത്യമായിട്ടുള്ള തിക്നെസ് ഇല്ല, ഫൈബ്രോയിഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇഷ്യൂസ് നമുക്ക് ഈ യൂട്രസിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എൻഡോമെട്രിയോസിൻ്റെ കണ്ടീഷൻ നേരത്തെ ഉള്ള ഒരാളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ എംബ്രിയോയ്ക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിലും ആ എൻഡോമെട്രിയൽ ടിഷ്യൂവിൽ പറ്റിപ്പിടിച്ച് കുഞ്ഞ് വളരുന്നത് കൊണ്ട് ആ ടിഷ്യൂ ക്വാളിറ്റി ഉള്ളതില്ലാതെ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇതുപോലെ യൂട്രസ് പുറത്തേക്ക് പോകാറുണ്ട്. യൂട്രസിൽ നിന്ന് കുഞ്ഞ് എംബ്രിയോ നമുക്ക് നഷ്ടമായി പോകാറുണ്ട് കേട്ടോ. അടുത്തൊരു സിറ്റുവേഷനാണ് ക്രോമോസോമൽ ആയിട്ടുള്ള എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നത്. ഡെവലപ്ഡ് ആയിട്ടുള്ള എഗ്ഗിന് ക്രോമോസോമൽ അബ്നോർമാലിറ്റീസ് സംഭവിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാകാം. അതുപോലെ തന്നെ കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം കുറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇതുപോലെ സംഭവിക്കാം. കുഞ്ഞിന് ഗ്രോ ആകേണ്ട സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അതിന് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല എങ്കിൽ, ഓക്സിജൻ സപ്ലൈ ഒന്നും കൃത്യമായിട്ട് ഉണ്ടാകുന്നില്ലെങ്കിൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത റീസൺ ആണ് ഹോർമോണൽ ഇംബാലൻസസ്. അതായത് പ്രൊജസ്ട്രോൺ ഹോർമോണൊക്കെ കൃത്യമായിട്ട് ഇൻക്രീസ് ആകുന്നില്ല. അതായത് ആ പ്ലസൻ്റ ഫോർമേഷനൊക്കെ മുൻപ് വരെ നമ്മുടെ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഈ പ്രൊജസ്ട്രോൺ ഒക്കെയാണ്. അപ്പോൾ ആ ഒരു ലെവലിലൊക്കെ എന്തെങ്കിലും ഇംബാലൻസസ് ഒക്കെ വന്നു പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രഗ്നൻസി നഷ്ടമാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് റെക്കറൻ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെഡിക്കൽ അറ്റൻഷൻ നിങ്ങളുടെ ബോഡിക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഡോക്ടറോട് ഇതിനെപ്പറ്റി പറയുക. ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ വരുന്നത് സ്റ്റോപ്പായിട്ട് 3-4-5 ഡേയ്സ് കഴിയുമ്പോഴാണ് ബ്ലീഡിങ് വരുന്നത് എന്നുള്ള കാര്യം ഡോക്ടറോട് പറയാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.